എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെ അതിൽ പങ്കെടുക്കാം, സ്വന്തമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ അക്ഷയ വഴി ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയ വഴി അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഏകദേശം 20 മുതൽ 30 രൂപ വരെയൊക്കെ ഈ ഒരു സർവീസ് ചാർജ് ഇനത്തിൽ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഓപ്ഷനുകൾ നൽകാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി അനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സോ കോളേജോ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേർഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകണം. ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുക. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ച് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോണുമായി തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കാരണം പല വിദ്യാർത്ഥികളും NOC സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് റാങ്ക് ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയേക്കാം, എന്നാൽ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിലൊരു തീരുമാനം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ജോയിൻ ചെയ്ത് ആ ഒരു കോഴ്സ് പഠിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ മറ്റേതെങ്കിലും കോളേജ് കിട്ടുമോ എന്ന് നോക്കി കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കുക. ഇനി എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഫീസ് എന്നിവ തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നുകിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് ആ ഒരു കോഴ്സ് തന്നെ പഠിക്കാം, അതല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് ഏതെങ്കിലും കോളേജ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ടും വരുന്നതാണ്. ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇമെയിൽ മുഖാന്തരമാണ് അയച്ചു നൽകുക. ചില കോളേജ് നിങ്ങൾ ഈ ഒരു NOC വേണ്ട സമയത്ത് കോളേജിൽ ആ ഒരു NOCക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കും, അതായത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അത് ഇമെയിലിലേക്ക് അയച്ചു തരും. ചില കോളേജ് തന്നെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഓട്ടോമാറ്റിക്കലി കോളേജ് ഇഷ്യൂഡ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇന്ന കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോളേജിൻ്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതല്ല. അപ്പോൾ സാധാരണ ഗവൺമെൻറ് കോളേജൊക്കെ ഈ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ആ ഒരു NOC ഇഷ്യൂ ചെയ്ത് തരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയാൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. അതുപോലെ മുൻപ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. കാരണം പുതിയ കോളേജ് കിട്ടുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. അതായത് നിങ്ങളിപ്പോൾ എന്നൊരു കോളേജിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറണം എന്ന് കരുതുക. അതായത് ഇപ്പോൾ എന്ന കോളേജിൽ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, അവിടെ അഡ്മിഷൻ എടുത്തു, NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, B എന്ന കോളേജിൽ C എന്ന കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ചു എന്ന് കരുതുക. ഇവിടേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ്, മുൻപ് കിട്ടിയ അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അതേസമയം വിദ്യാർത്ഥികൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നൽകുകയും നിങ്ങൾക്ക് എന്നാൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പുതിയ നിങ്ങൾക്ക് വേണ്ട കോളേജിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു നിലവിൽ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച കോളേജിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ തുടരുന്നതായിരിക്കും. അതായത് ഈ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത് അല്ല എന്നാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും എന്നാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ഈ ഒരു നിങ്ങളുടെ അഡ്മിഷൻ പോകുമെന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും പോകുന്നതല്ല. നിങ്ങൾ പുതിയ ഒരു കോളേജിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയോ അല്ലെങ്കിൽ കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആദ്യം കിട്ടിയതും രണ്ടാമത് കിട്ടിയതും ഒക്കെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതല്ല.
ഇനി എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്നതാണ്. അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അവിടെ ആ ഒരു രജിസ്റ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ആദ്യം മുതൽ ഓപ്ഷൻ നൽകിയ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ആദ്യം നൽകിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് ഏതൊക്കെ കോളേജ് വന്നിട്ടുണ്ട്, അതുപോലെ നിലവിൽ നഴ്സിംഗ് കോളേജിലും അതുപോലെ തന്നെ ഈ ഒരു മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലും എത്രത്തോളം വാക്കൻസി ഉണ്ട്, അപ്പോൾ ആ ഒരു വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. നിങ്ങൾക്ക് ആ ഒരു വാക്കൻസിയുള്ള കോളേജുകളുടെ ലിസ്റ്റും നഴ്സിംഗ് കോളേജിൻ്റെ ലിസ്റ്റും പുതുതായിട്ട് വന്നിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ ലിസ്റ്റും ആ ഒരു പേജിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഓപ്ഷൻ നമ്പർ നൽകാനുള്ള ബോക്സ് ഉണ്ടാവും. അതിൽ ഓപ്ഷൻ നമ്പർ നൽകുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഓപ്ഷൻസും കാണാൻ പറ്റും. ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുകയും അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷനും താഴെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രമായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഇതൊരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തത് ആണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിന്ന് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന കോളേജ് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ് എന്നുള്ളത് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തുക. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നൽകാം. ഓൾറെഡി ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലാണ് നൽകേണ്ടി വരിക. ഏറ്റവും മുകൾ ആയിട്ട് തന്നെ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്കും അതായത് അപ്ലോഡ് ഓപ്ഷനും ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ചില കോളേജ് ഓട്ടോമാറ്റിക്കലി ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളുടേത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇന്ന കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇന്ന കോളേജ്, അതായത് കോളേജിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും കിട്ടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഥവാ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് നിങ്ങൾ അതിൽ നല്ലൊരു തീരുമാനം, നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഒന്നുകിൽ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അതിൽ നല്ലൊരു നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ച് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കോളേജ് കിട്ടിയാൽ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഓപ്ഷൻ മാത്രം നൽകുക. കാരണം അഥവാ പുതിയൊരു കോളേജിൽ കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ സീറ്റും പോവും, രണ്ടാമത്തെ സീറ്റും പോവും. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മറ്റൊരു അലോട്ട്മെൻറ്റ്, അതായത് മറ്റൊരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് വിവിധ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ താല്പര്യപ്രകാരം, അതായത് ഒന്നിലധികം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും ഒന്നിലധികം സ്പോട്ട് അലോട്ട്മെൻറ്റും നടക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എങ്ങനെയാണ്, അതായത് ഏതൊക്കെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം അതിനനുസരിച്ച് പങ്കെടുക്കാം. ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ മാത്രമാണ് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പുറത്താക്കപ്പെടുകയും പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നതും അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു നേരിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് പങ്കെടുക്കുന്ന അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 12 ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം, കൊല്ലം, അടൂർ, അതുപോലെ ആലപ്പുഴ,
പാമ്പാടി, അതുപോലെ തന്നെ കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെ ടോട്ടൽ 12 എണ്ണമാണുള്ളത്. അപ്പോൾ 2 ജില്ലകളിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള, അതായത് ഈ ഒരു LBS ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇല്ലാതെ ആ ഒരു ജില്ലയിലെ വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയിക്കൊണ്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക മാത്രമല്ല, ഇതിൽ നിങ്ങൾ നേരിട്ട് അതായത് നിങ്ങൾ ആദ്യം SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ആ ഒരു സെൻറ്ററിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അന്നേ ദിവസം 10 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തിച്ചേരുകയും നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്ത് അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത ദിവസം തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അന്നേ ദിവസം പോയി രജിസ്ട്രേഷൻ ചെയ്യുന്ന, അതായത് വിവിധ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടേക്ക് അലോട്ട്മെൻറ്റ് നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. ആദ്യ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് ആ ഒരു സമയത്തും അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നിർബന്ധമാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.